ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സച്ചിനാണ് തന്നെ തുണച്ചത് എന്ന് പറയും. സച്ചിനെ പോലൊരു മഹാനായ താരം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എത്ര വലുതാണെന്ന് നോക്കൂ. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. കാരണം അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് ക്രിക്കറ്റിൽ വന്ന ആളാണ് ഇയാൾ. ബാല്യത്തിൽ അവൻ കളി തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തെയാണ് കാണിച്ചു കൊടുക്കുന്നത്. സഞ്ജു, എൻ്റെ മോൻ സലീം സഞ്ജുവും ക്രിക്കറ്റ് കളി തുടങ്ങുമ്പോൾ രണ്ടുപേരും കളി തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു ബെഡ്, ഈ ബെഡിൻ്റെ പിറകെ മക്കളെ ഇരിക്കും, ഇന്ന് താഴെ ഞാനിരിക്കും. റിമോട്ട് കയ്യിലിരിക്കുക, എൻ്റെ ടി വി ഇങ്ങനെ. ഞാൻ സച്ചിൻ സാറിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡ് സാറിൻ്റെ മാച്ചുകൾ വരുമ്പോൾ അവരുടെ മാച്ച് റെക്കോർഡിങ്ങുകളൊക്കെ പരതിയെടുക്കും. ഇത് ദ്രാവിഡ് സാറ് ബാറ്റ് ചെയ്യണം, മക്കളെ നിങ്ങൾ നോക്കിയിരിക്കും, സച്ചിൻ സാർ ബാറ്റ് നോക്കിയിരിക്കും. അപ്പോൾ ഒരു 4-5 വയസ്സ് പ്രായം മുതലേ ഇന്നും അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വന്ന സഞ്ജു ഇപ്പോൾ ഈ ഒരു മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം കിട്ടിയെങ്കിൽ അതും ഇന്നത്തെ പെർഫോമൻസിനകത്ത് വലിയൊരു ഭാഗമാകാൻ അവൻ ആ ഒരു മെൻ്റലി അവനൊരു സ്ട്രെങ്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയെങ്കിൽ ഇതിനപ്പുറം എൻ്റെ മകൻ എന്ത് ലോകത്ത് സമ്പാദിക്കാനുണ്ട്. എൻ്റെ സച്ചിൻ സാറിൻ്റെ ഇങ്ങനെ ഒരു സപ്പോർട്ട്, ഇങ്ങനെ വീഴ്ചയിൽ സഞ്ജുവിൻ്റെ വീഴ്ചയിലാണ് അദ്ദേഹം പോയി താങ്ങിയിരിക്കുന്നത്. തീർച്ചയായും.